നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡിന്റെ തൃശൂർ രജിസ്റ്റേർഡ് ഓഫീസിൽ നിന്നുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂനിയർ ഓഫീസർ അഥവാ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള ഈ നിയമനത്തിന് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളതിനെ പറ്റി നോക്കാം. ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്നത് മെയ് 19-ാം തീയതിയാണ്. അതേപോലെ അവസാന തീയതി മെയ് 26. 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് SC ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് 5 വർഷം പ്രായത്തിൽ ഇളവ് ലഭിക്കും. അതായത് അവർക്കൊരു 33 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ് ഇൻ എനി സ്ട്രീം. അതായത് ഇപ്പോൾ ആർട്സ് ആയാലും കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും എല്ലാം അംഗീകരിക്കപ്പെടും. www.southindianbank.com എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വാലിഡ് ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ജോബ് റോള് പറഞ്ഞിട്ടുണ്ട്. ഡെസിഗ്നേഷൻ ജൂനിയർ ഓഫീസർ അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ. ഇതൊരു ടാർഗറ്റ് ബേസ്ഡ് സെയിൽസ് ജോബ് ആയിരിക്കും. ആദ്യത്തെ 3 വർഷം കോൺട്രാക്ട് ബേസ്ഡ് അപ്പോയിന്റ്മെന്റ് ആണ്. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും ബാങ്കിന്റെ തീരുമാനവും അനുസരിച്ച് കോൺട്രാക്ട് റിന്യൂ ചെയ്യും. കോൺട്രാക്ട് കാലാവധി കഴിഞ്ഞ് മികച്ച പ്രകടനം കാഴ്ചവെച്ച കാൻഡിഡേറ്റ്സിന് അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1 ആയിട്ട് ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. പോസ്റ്റിംഗ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഏത് സ്ഥലത്തും നിയമനം ലഭിക്കാം. പിന്നീട് ബാങ്കിന്റെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. സാലറി പറഞ്ഞിരിക്കുന്നത് 7.44 lakhs ആണ് പെർ ആനം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ NPS കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്, ഇൻഷുറൻസ് പ്രീമിയം വരുന്നുണ്ട്, പെർഫോമൻസ് ബേസ്ഡ് വേരിയബിൾ പേ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി പ്രതിവർഷം ഇൻക്രിമെന്റും ലഭിക്കുമെന്നും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റിന്റെയും പേഴ്സണൽ ഇന്റർവ്യൂവിനെ അടിസ്ഥാനമാക്കിയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ്, SC STക്ക് 200 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ അപേക്ഷ ഫീസ് ഒരു തവണ റെമിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് റീഫണ്ട് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ എലിജിബിലിറ്റി ഉള്ള ആളുകൾ മാത്രം അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോഗ്രാഫ് പുതിയ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. അതിൽ ക്യാപ്പ്, ഹാറ്റ്, സൺഗ്ലാസ് ഉള്ള കാഷ്വൽ ഫോട്ടോയൊന്നും അംഗീകരിക്കില്ല. സൈസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെൻ ഉപയോഗിച്ച് ഒപ്പിട്ടത് അപ്ലോഡ് ചെയ്യുക. പിന്നെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് 10th-ൻ്റെതും +2-ൻ്റെ അതേപോലെ ഗ്രാജുവേഷൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒരു സിംഗിൾ PDF ഫയലാക്കിയിട്ട് ഒരു സൈസ് 3 MB താഴെ വരുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ഇത് മൂന്നും 10th, +2, ഗ്രാജുവേഷൻ ഫൈനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് എല്ലാം കൂടി ഒരു സിംഗിൾ PDF ഫയലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റം ജനറേറ്റഡ് യൂസർ ID ലഭിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും. ഈ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഈ യൂസർ ID പാസ്വേഡും നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫീ റെമിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഈ റെസിപ്റ്റ് നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ആവശ്യമായേക്കാം. അതുകൊണ്ട് അതിന്റെ ഒരു കോപ്പി എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രിന്റ് ഔട്ടും ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അപ്പൊ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ ഇമെയിൽ IDയിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്, കോൾ ലെറ്റേഴ്സ്, നോട്ടിഫിക്കേഷൻ എല്ലാം ബാങ്കിന്റെ കരിയർ പേജിലാണ് ലഭ്യമാവുന്നത്. www.southindianbank.com. അതുകൊണ്ട് തന്നെ ഈ സൈറ്റ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യാനും മറക്കരുത്. മെഡിക്കൽ ഫിറ്റ്നസ്, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, മറ്റ് ഒഫീഷ്യൽ നടപടികൾ തുടങ്ങിയവ ബാങ്കിങ് റൂൾ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ നിയമനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.